ഹായ് ഗൈസ്, കഴിഞ്ഞ വീക്ക് നമ്മൾ എടുത്തുള്ള ട്രേഡ്സിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീക്ക് വളരെ കുറച്ച് ട്രേഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന്റെ ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, എങ്ങനെയാണ് ട്രേഡ് എടുത്തേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീ ആയിട്ട്. അവിടെ ഞാൻ എടുക്കുന്ന ട്രേഡ്സും അതേപോലെ തന്നെ ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് അപ്ഡേഷൻസ്, ന്യൂസ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്, ഫ്രീ ആക്സസ് ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് മന്ത് നമ്മളൊരു മെന്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് എടുക്കുന്ന ഒരു സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് വരുന്ന 10 ആൾക്കാരായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാകുക. നമുക്ക് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യലാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ വാട്സപ്പിന്റെ നമ്പർ അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ട് എൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ട്രേഡ് എടുക്കുന്ന ന്യൂസും അതേപോലെ തന്നെ യൂറോ യൂസ്റ്റിയിൽ മാത്രമേ ട്രേഡും കാര്യങ്ങളിലും പുഷ് ചെയ്യാറുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ വേറൊരു കാര്യമുള്ള വേറൊരു കോഴ്സും കൂടി ഉണ്ട്. യൂഡമിയിലാണ്. നിങ്ങൾക്ക് ആ ഒരു കോഴ്സും കൂടി പർച്ചേസ് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു $4 to $5 സംതിങ് ആണ് ആ ഒരു കോഴ്സിന്റെ റേറ്റിംഗ് കാര്യങ്ങളും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മൺഡേ എങ്ങനെയായിരുന്നു പ്ലേപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നതെന്ന്. ചെറിയൊരു കൺഫ്യൂഷനും കൂടി ആയിരുന്നു മൺഡേ നമ്മൾ ട്രേഡും കാര്യങ്ങളും പുഷ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം, ഏഷ്യയുടെ ലോ എടുത്തതിന് ശേഷം റിട്രേസ്മെന്റ് വന്ന സമയത്ത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ എൻട്രിയും കാര്യങ്ങളും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ലോസിലേക്കുള്ള ഡ്രോസ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബ്രേക്ക് അവേ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, ബട്ട് ഞാൻ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റിട്രേസ്മെന്റ് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഷോർട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ലോജിക്കും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതാ എന്റെ ടെലഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിന് ശേഷം നമ്മൾ എക്സാക്ട് ആയിട്ട് ആ ഒരു റിട്രേസ്മെന്റ് വന്ന് നമ്മൾ എക്സാക്ട് ആയിട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസ് സ്വീപ്പ് ചെയ്തിട്ട് നേരെ ടാർഗറ്റിലേക്ക് പോകാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ ട്രേഡ്സോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തേക്ക് ഇത് മാത്രമേ നോക്കുള്ളൂ. മൺഡേ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കലാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ കൂടുതൽ ട്രേഡ്സോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടില്ല. വേറെ ട്രേഡ്സോ ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബുധനാഴ്ച നോക്കലാണെങ്കിൽ നമുക്കൊരു അടിപൊളിയായ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൈസ് ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ ഒരു ദിവസത്തെ മോർണിംഗിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എവിടെ നിന്ന് എൻട്രി എടുക്കാം, നമുക്ക് ഏത് ലെവൽസിൽ നിന്ന് എൻട്രി എടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഈ ലെവൽസിൽ വന്ന ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എൻട്രി ടാപ്പ് ആയതും നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ ഓൾമോസ്റ്റ് ആ ഒരു വിക്ക് കാര്യങ്ങൾ വന്ന എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു ലോസ്, ഈ ഒരു ഈക്വൽ ലോസിന്റെ താഴോട്ടേക്ക് പ്രൈസ് പോകുന്ന രീതിയിലൊരു ട്രേഡ് ആയിരുന്നു നമുക്ക് ഉണ്ടായത്. ഓൾമോസ്റ്റ് നമ്മൾ ട്രേഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ എടുത്തു, ഈ ഒരു ലെവലിൽ കൊടുത്തു എന്നുള്ള രീതിയിലായിരുന്നു ട്രേഡ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, ഓക്കെ, ഇതിൽ നമ്മൾ 2 ട്രേഡ്സ് എടുത്തു. ഒരു സ്റ്റോപ്പ് ലോസും ഒരു ടാർഗറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ നമുക്ക് ആ ഒരു സെയിം എങ്ങനെയാണോ ആ ഒരു മൺഡേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്, ആ ഒരു സെയിം രീതിയിലുള്ള ഒരു മൊമെന്റം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഓക്കെ, അതായത് പ്രൈസ് നല്ല രീതിയിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെ തരുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഡൗൺ സൈഡിലേക്ക് ഒരു ഡ്രോപ്പ് ആണ്. നമുക്ക് എക്സാക്ട് ആയിട്ട് ഈ ഒരു ലെവൽസും തന്നെ ഞാൻ ആ ഒരു ലെവൽസും കാര്യങ്ങളും കാണിച്ചു തരാം. ഈ ഒരു ലെവൽസിൽ തന്നെ ഞാൻ ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ രാവിലെ വന്ന് ഡിസ്കഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ കാണാൻ പറ്റും പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പ് വന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു ഏഷ്യയുടെ ലോയിലേക്ക് താഴെ ഒരു ബ്ലൂ ബോക്സ് കണ്ടോ, ഇത് ഏഷ്യയുടെ ലോ ആണ്. അപ്പൊ ഇതിന്റെ താഴോട്ട് പോക്കാണെങ്കിൽ ബുക്ക് ചെയ്ത് മാറാന്നുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് സംഭവിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അങ്ങനെ തന്നെ റിവേഴ്സൽ വന്നു. എക്സ്പെക്ട് ചെയ്ത് ഞാൻ ഇവിടുന്ന് വീണ്ടും ഒരു ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ നമുക്കൊരു പ്ലസ് ഫെയർ വാല്യൂ ഇൻവേർഷനിൽ തന്നുകൊണ്ടാണ് പ്രൈസ് കയറി പോയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഹൈ ലെവൽസുള്ള ഈ ഒരു ഹൈ ലെവലിലുള്ള ബൈ സൈഡിൽ കുടിച്ചെടുത്ത് പ്രൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം ഓക്കെ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ നമ്മൾ എക്സാക്ട് ആയിട്ട് ഈ ഒരു പോയിന്റ് എൻ്റർ ചെയ്തു. ഈ ഒരു ലെവൽസ് നമ്മൾ എക്സിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഡൗൺ സൈഡിലേക്ക് വരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമുക്ക് ഫ്രൈഡേ നമുക്ക് നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് പ്ലാനും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതേപോലെ
എൻട്രി എടുത്തതിനും അടിപൊളി. പക്ഷെ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ റീസണും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോയിൽ ഒരുപാട് റെഡ് ഫോൾഡർ ന്യൂസസ് ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കുണ്ട്, 1:30ക്കുണ്ട്, 2 മണിക്കുണ്ട്. ഓക്കെ, 2 മണിക്ക് GBP ആണ്, സോറി. അപ്പൊ ഈ ഒരു ടൈം നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വോളറ്റിലിറ്റി നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ട്രേഡ് പ്ലാൻ വന്നിട്ടുണ്ടായിരുന്ന എക്സാക്ട് ആയിട്ട് ആ ഒരു സംഭവം തന്നെയാണ്. ആ ഒരു ഡൗൺ സൈഡിലേക്ക് പോകുന്നു, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, റിട്രേസ്മെന്റ് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ എൻട്രി എടുക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കുള്ള ഒരു ട്രേഡ് ആയിരുന്നു. നമ്മളിത് എൻറ്റർ ചെയ്തിട്ടില്ല. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഡ് ഫോൾഡർ ന്യൂസസ് ഉണ്ട്, നമുക്ക് ട്രേഡ് നോക്കണില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 3 ട്രേഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. 1, 2, 3 ട്രേഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എക്സിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നോക്കുന്ന സമയത്ത് 2 സ്റ്റോപ്പ് ലോസും ഒരു TP എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ 2 വീക്കും ഇതിന്റെ മുന്നേയുള്ള 2 വീക്കിന് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ടെലഗ്രാം കാര്യങ്ങളിലും വാച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഓക്കെ, നമ്മളെ ഒരു ടാർഗറ്റും അതേപോലെ സ്റ്റോപ്പ് ലോസും എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുതന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതേപോലെ മെന്റർഷിപ്പിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് യൂഡമിയിലും പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതേപോലെ ഫ്രീ ആയിട്ട് ടെലഗ്രാം ആക്സസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പോയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇതിനൊന്നും നിങ്ങൾക്ക് മെനക്കെടാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ഒരു ഫ്രീ കോഴ്സിന്റെ. അത് കണ്ടിട്ടായാലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.